ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിൽ വാരാണസിയിൽ നിന്ന് ഫരീദാബാദിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് 32-കാരനായ അരുൺ ഹൂഡയെ ആക്രമികൾ വെടിവെച്ച് കൊല്ലുന്നത്. ഭക്ഷണം വാങ്ങാനായി വഴിയരികിലെ ഒരു കടയിൽ വണ്ടി നിർത്തിയപ്പോൾ കാറിലെത്തിയ ആക്രമികൾ അരുണിനെതിരെ വെടിയുതിർക്കുകയായിരുന്നു. രാത്രി വൈകി 9 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. സംഭവം നടക്കുമ്പോൾ അരുണിനൊപ്പം അയാളുടെ ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു. അവരുടെ കൺമുന്നിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നത് എന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം. അക്രമികൾ 2 തവണ തുടർച്ചയായി അരുണിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അരുൺ മരിക്കുകയും ചെയ്തു. വിവരം ലഭിച്ച ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കൂടുതൽ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് സമീപത്തുള്ള CCTV ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണിപ്പോൾ. DVR പിടിച്ചെടുത്ത് നിർണായക വിവരങ്ങളും ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. 9 बजे रात को सूचना प्राप्त हुई कि एक व्यक्ति की यहाँ पे गोली मार के हत्या कर दी गई है। पुलिस जब मौके पर पहुंची पूछताछ करी तो उसमें ये तथ्य प्रकाश में आया है कि ये व्यक्ति जिनका नाम अरुण हूडा है, जिनकी उम्र 30 वर्ष है, ये फरीदाबाद से 2 दिन पहले अपने घर से निकले थे। वाराणसी दर्शन करके वापस अपने घर जा रहे थे। गंगा एक्सप्रेसवे से आज इन्होंने आगरा जाने के लिए ये फरुखाबाद का रूट पकड़ा था। तभी उतर के दुकान से कुछ सामान ले रहे थे। तत्पश्चात एक 4 व्हीलर से कुछ 2 व्यक्ति आते हैं और इनके ऊपर फायर कर देते हैं, जिससे इनकी घटनास्थल पर मृत्यु हो जाती है। देखिए, इस संभावना से इनकार नहीं किया जा सकता, फिर भी सभी पहलुओं पर जांच की जा रही है। जल्दी इस घटना का अनावरण किया जाएगा. നിലവിൽ പ്രതികളെ തിരയുന്നതിനായി നിരവധി പോലീസ് സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന വിവരം. കൂടാതെ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. സമീപത്തുണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷി സംഭവ സമയത്ത് ഈ അക്രമികളെത്തിയ കാറിന്റെ നമ്പർ എഴുതിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ കാറിന് നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു എന്നതാണ് അയാൾ പോലീസിനോട് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ വ്യക്തമായ തെളിവുകളുടെ അഭാവം പോലീസിന് ഈ അന്വേഷണത്തിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ग्लास मांगे और 2 चॉकलेट थी। फिर इसने कहा कि वो तब तक फिर वो ड्राइवर भी उतरा जो चला रहा था, उसने ये कहा कि ग्लास में नमक डाल दो, काला वाला नमक ही था ना सर। हाँ, नमक बोले तो वही नमक डाल रहे थे। कुछ नहीं सर, आपकी कॉल हम हाँ ये वाले सर लोकेशन में आपको नंबर भी के बाद में खड़े थे, सभी लोग खड़े थे, वो महिला भी सर मसैनी चौराहे से आगे पेट्रोल पंप से पहले। और बस गाड़ी जो है वहाँ पे जहाँ पे आपकी गाड़ी खड़ी, यहाँ पे गाड़ी खड़ी हुई है कि वाइट कलर की थी, बिना नंबर की गाड़ी थी। गाड़ी बिना नंबर की सर, वाइट कलर। एक जो है वो टी-शर्ट पहने हुए था लड़का और हाफ पैंट था, वो आया उतर के। तो अच्छा, यहाँ आते रहते तो पता ही नहीं चला, उसने सीधे रखे पहले फायर किया। एक ही फायर में जो किया, फिर उसने दूसरा भी किया और उसके तुरंत जस्ट बाद ही वो तुरंत भागा। हालांकि मैंने नंबर लेने की कोशिश की तो गाड़ी में नंबर था ही, वाइट कलर की गाड़ी। ഈ അരുണിന്റെ കൊലപാതകത്തിന് പിന്നിൽ വ്യക്തമായ എന്തെങ്കിലും കാരണമുണ്ടോ എന്നതും ഇയാൾക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നതും കുടുംബത്തിനും വലിയ രീതിയിൽ വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നതിലേക്കും പോലീസ് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കൊലയാളികൾ അവരെ പിന്തുടരുന്നോ എന്നതിലടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിലൂടെ പോലീസിന് കൂടുതൽ വ്യക്തമാകും. പെട്ടെന്നുണ്ടായ ഒരു ആക്രമണമായിരുന്നു ഇതെന്നതുകൊണ്ട് തന്നെ കൃത്യമായി ആളുകളുടെ മുഖം തിരിച്ചറിയാൻ ഒപ്പമുണ്ടായിരുന്ന അരുണിന്റെ ഭാര്യയ്ക്കും സാധിച്ചിരുന്നില്ല. ഏതായാലും പോലീസ് ഇപ്പോൾ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രതികൾ സംസ്ഥാനം വിട്ടിരുന്നു എന്നതടക്കം പോലീസ് സംശയിക്കുന്നുണ്ട്. വൈകാതെ തന്നെ പ്രതികളെ പറ്റിയൊരു സൂചന പോലീസിന് ലഭിക്കട്ടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.